ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റേഷനറി ഹോളാണ്. നമ്മളധികം കോമൺ ആയിട്ട് ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷേ ഈ വർഷം തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ കുറേ ക്യൂട്ട് സ്റ്റേഷനറി ഒക്കെ കളക്ട് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഹോളാണ്. ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് വൺ, ഫാക്ടർ നോട്ട്സ് എന്നൊരു ബ്രാൻഡ്. അത് കൊച്ചിയിൽ തന്നെയുള്ളൊരു ബ്രാൻഡാണ്. അവരുടെ നോട്ട്ബുക്സ്, പ്ലാനേഴ്സ് അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇത്തവണത്തെ ഡേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാനറാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ പല ഡിസൈൻസിൽ അവൈലബിൾ ആണ്. അതിൽ ഫൈൻഡ് യുവർ ബാലൻസ് ഉള്ള ഡിസൈനാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതിൽ ഇന്ന് കാണിക്കുന്ന മിക്ക പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽ അൺബോക്സിങ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വേറെ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്ലാനർ ഒരു 100 GSM പേപ്പർ ക്വാളിറ്റി വരുന്ന ഒരു 300 സ്റ്റിക്കേഴ്സിൻ്റെ കൂടെ ഫ്രീ വരുന്നുണ്ട്. ഇതൊരു 12 മന്ത്സിലേക്കുള്ള പ്ലാനറാണ്. അതിനകത്ത് ഹാബിറ്റ് ട്രാക്കിംഗ്, അതുപോലെ തന്നെ ഗോൾ ഓറിയൻറ്റഡ് ആണ്. പക്ഷേ അതിനോടൊപ്പം മെൻ്റൽ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്, യുവർ സ്ട്രെങ്ത്, യുവർ വീക്ക്നെസ്, അങ്ങനെ. അപ്പോൾ ഡീറ്റെയിൽഡ് അൺബോക്സിങ് ഞാൻ ചെയ്തു. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി കാണണം. അപ്പോൾ ഒരു ഡേറ്റഡ് പ്ലാനർ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ കുറേ ഡിസൈൻസ് അവൈലബിൾ ആണ്. ഫോർ ദ പ്രൈസ് ഇത് വളരെ നല്ല ക്വാളിറ്റിയാണ്. ഈ വർഷം ബുക്ക് വായിച്ചു മറിക്കും എന്ന തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ മാഗ്നറ്റിക് ബുക്ക് മാർക്സിൻ്റെ ഒരു സെറ്റ് ഞാൻ വാങ്ങിച്ചു. 199 റുപ്പീസാണ്. ഇതിൽ പല ഡിസൈൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്ക് മാർക്സ് എനിക്ക് അതർവൈസ് എൻ്റെ ബുക്കിൽ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാനുള്ള ടെൻഡൻസി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ മാഗ്നറ്റ് ആകുമ്പോഴത്തേക്കും അത് നല്ല ഫിക്സ് ആയിരുന്നോളും. അത്ര ഹെവി അല്ല, കാണാനും ഭയങ്കര സ്റ്റൈലിഷാണ്. ആൻഡ് ഒരു ക്യൂട്ട് ആക്സസറി തന്നെയാണ് ഒരു മാഗ്നറ്റിക് ബുക്ക് മാർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് ബുക്കൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയൊരു ഓപ്ഷനാണ്. ആൻഡ് കൊണ്ടു നടക്കാനും ഈസിയാണ്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് പർച്ചേസ്. പിന്നെ ഞാൻ വാങ്ങിയ സാധനം ഡെസ്ക് കലണ്ടറാണ്. അലീഷ്യ സൂസ എന്നൊരു ഫേമസ് ഇലിസ്ട്രേറ്റർ ഉണ്ട്. അവരുടെ എൻഡിയറിംഗ് ഇന്ത്യ 2023 സീരീസിൽ പെട്ട ഡെസ്ക് കലണ്ടർ. പക്ഷേ കലണ്ടർ മാത്രമല്ല കേട്ടോ, ഇതൊരു ഉഗ്രൻ കോംബോ ആണ്. ഇതിൻ്റെയും ഡീറ്റെയിൽ അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇതിനോടൊപ്പം ഈ ലെറ്റർ ഹെഡ്സ് വരുന്നുണ്ട് 12 എണ്ണം. അതിനോടൊപ്പം എൻവലപ്സ് വരുന്നുണ്ട്. ഇതെല്ലാം നോക്കിയാൽ അറിയാം, അതിനകത്തെല്ലാം ഇങ്ങനെ ഒരു ടെക്സ്ചേർഡ് പേപ്പറാണ്. അതിലൊക്കെ ഒരു ഇലിസ്ട്രേഷൻ പോകുന്നുണ്ട്. ആൻഡ് ഇതാണ് ഡെസ്ക് കലണ്ടർ. 270 GSM ആണ് പേപ്പർ ക്വാളിറ്റി. അമേസിങ് ക്വാളിറ്റി. അതിൽ തന്നെയും ആവശ്യത്തിന് സ്പേസ് ഉണ്ട് ഓരോന്നിലും എഴുതാനും ഒക്കെ ആയിട്ട്. ത്രൂ ഔട്ട് ഒരു നല്ലൊരു ഇലിസ്ട്രേഷനാണ് പോകുന്നത്. പിന്നെ ബാക്ക് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 10 ഷീറ്റ്സ് ഓഫ് എക്സ്ട്രാ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ്സും ഒക്കെയുള്ള ഒരു ഉഗ്രൻ കോംബോ ആണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക. പിന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ അൺഡേറ്റഡ് പ്ലാനറാണ്. സസ്ലൻ എന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ഞാനത് ആമസോണിൽ നിന്നാണ് പിക്ക് ചെയ്തത്. അൺഡേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് വർഷത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ 599 റുപ്പീസിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു ക്വാളിറ്റി. പക്ഷേ അമേസിങ് ക്വാളിറ്റി. 2 സെറ്റ് ഓഫ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ബിഗ് ജയൻറ്റ് സ്റ്റിക്കേഴ്സ്, വെരി ക്യൂട്ട് വൺസ്. ഇത് ഫ്രീബി പോലെ വരുന്നതാണ്. ആൻഡ് ഈ പ്ലാനർ വരുന്നത് ഒരു ഗിഫ്റ്റ് കവറിങ് പോലത്തെ ഒരു പാക്കേജിലാണ്. And inside that we have the planner. 19x25 cm ആണ് ഇതിൻ്റെ സൈസ്, which is much bigger than A5. ഇതൊരു ഉഗ്രൻ പ്ലാനറാണ് കേട്ടോ. കാരണം ഈ ഒരു പ്രൈസിന് നല്ല സ്പേസ് ഉണ്ട് എഴുതാനായിട്ട്. അതല്ലാതെ തന്നെ മെൻ്റൽ വെൽബീയിങ്ങിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്ലാനറാണ്. വെരി വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ലേ ഔട്ടാണ്. വെരി നീറ്റ്, നല്ല ഇലസ്ട്രേഷൻസ് ആണ്. എഗെയിൻ ഡീറ്റെയിൽ അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പ്ലാനർ ഇഷ്ടപ്പെടും. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങണമെന്ന് തോന്നും. ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി. വെരി ഗുഡ് ക്വാളിറ്റി പേപ്പർ. ആൻഡ് ഒരുപാട് സ്വയം ഒന്ന് ഇലിസ്ട്രേഷനൊന്നും വരയ്ക്കാനൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനത്തെ പ്ലാനർ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ എന്തായാലും സസ്ലാൻ്റെ ഈ പ്ലാനർ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഫാക്ടർ നോട്ട്സിൻ്റെ തന്നെ ഒരു സ്റ്റിക്കർ ബുക്കും ഒരു നോട്ട് ബുക്കും ഞാൻ വാങ്ങിച്ചു. ഇപ്പോൾ സ്റ്റിക്കർ ബുക്കിൻ്റെ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമുക്കതെടുത്ത് പ്ലാനറിലാണെങ്കിലും കലണ്ടറിലാണെങ്കിലും ചിലർ ലാപ്ടോപ്പിലും ഒക്കെ ഒട്ടിക്കാറുണ്ട്. നല്ല സെറ്റ് ഓഫ് ഒരു 500 സ്റ്റിക്കേഴ്സ്. 349 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. നല്ല ക്വാളിറ്റി സ്റ്റിക്കേഴ്സാണ്. മോസ്റ്റ്ലി നല്ല ബിഗ് സ്റ്റിക്കേഴ്സാണ്. അതിനോടൊപ്പം ചെറുതുമുണ്ട്. നല്ല വെറൈറ്റിയാണ് കേട്ടോ. അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. സ്റ്റിക്കർ ബുക്സ് പൊതുവേ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 349 ഇസ് എ ഗുഡ് പ്രൈസ് ടു ഗോ ഫോർ. കാരണം 500 സ്റ്റിക്കറുണ്ട്. അതിൽ വലുതും ചെറുതുമായിട്ടുള്ള നല്ല ക്വാളിറ്റി സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിനെ അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റിക്കറായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഞാൻ വാങ്ങിയത് ഈ നോട്ട്ബുക്കാണ്. ഫാക്ടർ നോട്ട്സിന് ഒരുപാട് നോട്ട്ബുക്സ് ഉണ്ട്. ഡോട്ട് ഗ്രിഡ് ടൈപ്പ്, പ്ലെയിൻ, റൂൾഡ് ടൈപ്പ്. അതിൽ ഡോട്ട് ഗ്രിഡ് ടൈപ്പായിട്ടുള്ള 144 പേജസിൻ്റെ ഒരു നോട്ട്ബുക്കാണിത്. ഔട്ടർ കവറും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്, ഞാൻ കള്ളം പറയില്ല. ഡോട്ട് ഗ്രിഡിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൂഡ്ലിങ്ങിനാണെങ്കിലും വരയ്ക്കാനൊക്കെ ആണെങ്കിലും, ഇപ്പോൾ എനിക്കൊക്കെ നേരെ ലൈൻ വരയ്ക്കാൻ തന്നെ അത്ര ഈസി അല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കും ബുള്ളറ്റ് ജേർണലിങ്ങിനൊക്കെ ഡോട്ട് ഗ്രിഡ് നല്ലതാണ്. പൊതുവെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല, അല്ലാതെ ജേർണൽ കീപ്പ് ചെയ്യുന്നവർക്കും ഡോട്ട് ഗ്രിഡ് നോക്കാവുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു നോട്ട്ബുക്ക് വാങ്ങി. അതും ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ ആമസോണിൻ്റെ തന്നെ സോളിമോ എന്നുള്ളൊരു റേഞ്ച് ഉണ്ടല്ലോ, അവർക്ക് കുറേ ക്യൂട്ട് നോട്ട്ബുക്സ് ഉണ്ട്. അതിൽ ഈ ബ്യൂട്ടിഫുൾ നോട്ട്ബുക്കാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല ഔട്ടർ കവർ ക്വാളിറ്റി. പേജസ് ആണെങ്കിലും 80 GSM ആണ് പേജ്. അതിൽ ഡോട്ടഡ് ലൈൻസ് ആണ്, പക്ഷേ അത്ര
പ്രോമിനൻ്റ് അല്ല. അപ്പം അതെനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. അതുപോലെ അതിൻ്റെ താഴെ വാട്ടർ ഡ്രിങ്കിങ് റിമൈൻഡറൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഡെയിലി ജേർണലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡയറിയാണ്. കാരണം കുറേ ഡിസൈൻസിലും അവൈലബിൾ ആണ്, നല്ല ക്വാളിറ്റിയാണ്. കൊണ്ടു നടക്കാനാണെങ്കിലും വെരി ക്യൂട്ട് ആൻഡ് വെരി ഹാൻഡി. നോട്ട്ബുക്കായിട്ടൊക്കെ ഉപയോഗിക്കാനും നമ്മുടെ റാൻഡം ബ്രെയിൻ ഡംപ് ജേർണലിംഗ് അതിനൊക്കെ ഉപയോഗിക്കാനൊക്കെ തന്നെ നല്ലതാണ്. സോ ഇങ്ങനത്തെ നോട്ട്ബുക്സ് ആമസോണിൻ്റെ എനിക്കൊരു 180 ആ റേഞ്ചിലാണ് വരുന്നത്, വിച്ച് ഇസ് എ വെരി ഗുഡ് പ്രൈസിങ്. കാരണം ഫാക്ടർ നോട്ട്സിൻ്റെ നോട്ട്ബുക്ക് ഏകദേശം അതേ പ്രൈസിലാണ് വരിക. പിന്നെ ഒരു അഡൾട്ട് കളറിംഗ് ബുക്ക്. ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സേഷൻ അത് തന്നെയാണ്. ഇതിനകത്ത് ഇങ്ങനെ വലിയ ഇലസ്ട്രേഷൻസ് ഉണ്ട്, നമുക്കത് കളർ ചെയ്യാം. അതിനോടൊപ്പമൊക്കെ മെസ്സേജസും ഉണ്ട്, ലൈക്ക് മൂവ് ഓൺ, ബി ദ ലൈറ്റ്, സ്മൈൽ, ഗുഡ് തിങ്സ്, അങ്ങനെയൊക്കെ. അപ്പം ഇത് കളർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, വിച്ച് ഇസ് ഗുഡ്. കാരണം ആ സമയത്ത് ഞാൻ ഫുള്ളി ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് കേട്ടോ കളർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഓഡിയോ ബുക്കോ വല്ല ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള എക്സസൈസാണ്. മോസ്റ്റ്ലി ഞാൻ രാത്രിയായിരിക്കും ചെയ്യുക. നല്ല പേപ്പർ ക്വാളിറ്റിയാണ്. കാരണം ഒരു സൈഡിൽ ഞാൻ കളർ ചെയ്തതിൻ്റെ മറു സൈഡിൽ കാണാറേ ഇല്ല. ഇനി ഫാൻറ്റസി, ഫാഷൻ, അങ്ങനെ പല തീമിലുണ്ട്. മോട്ടിവേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ തീംസും ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് കളർ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെ സ്കെച്ച് പെനാണ്. ഇത് ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചതാണ്. സ്കെച്ച് പെൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ക്യാമലിൻ്റെ കളർ പെൻസിൽസ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ടൈപ്പ് കളറിങ് ഓപ്ഷൻസും ഞാൻ ചെയ്യാറുണ്ട്. അതിൽ സ്കെച്ച് പെനാണ് എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടം. സോ സ്കെച്ച് പെൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ബി ദ ലൈറ്റൊക്കെ ഞാൻ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ പേജിൻ്റെ മറു സൈഡിൽ അതിൻ്റെ ഈ എന്താണ് പറയുക, സ്മഡ്ജിങ് ഒന്നും ഉണ്ടായില്ല. സോ ഇറ്റ്സ് ഗുഡ്, കളറിങ്ങിന് നല്ലതാണ്. പിന്നെ അല്ലാതെ ജനറൽ ജേർണലിങ്ങിനാണെങ്കിലും സ്കെച്ച് പെൻസ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പെൻടോണിക് എന്നുള്ള ബ്രാൻഡിൻ്റെ ഇത് ഒരുപാട് പേരുടെ കയ്യിലുള്ള ഒരു സെറ്റ് ഓഫ് പെൻ ആണ്. ഒരു 12 കളറാണ്, 150 റുപ്പീസ്. നല്ല ക്വാളിറ്റി പെന്നാണ്, നല്ല എഴുതാനാണെങ്കിൽ നല്ല കംഫർട്ടബിളാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഡൂഡ്ലിങ്ങിനും ജേർണലിങ്ങിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വാങ്ങിയിട്ട് 7 to 8 months ആയി ആക്ച്വലി ഈ പെൻ സെറ്റ്. പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഗുഡ്. ഇതിൻ്റെ ക്വാളിറ്റിയും വളരെ നല്ലതാണ്. സോ ഇതൊക്കെയാണ് ഞാൻ ഇത്തവണ ഈ വർഷം തുടങ്ങുമ്പോൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് വാങ്ങിയ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ്. എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനുണ്ടാകും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഒരു പ്ലാനർ, ഒരു ജേർണൽ, ഒരു ഡെസ്ക് കലണ്ടർ, പിന്നെ കുറച്ച് റൈറ്റിംഗ് സപ്ലൈസ്, ഇത്രയുണ്ടെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ. ബട്ട് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. വി വിൽ മീറ്റ് അഗൈൻ വിത്ത് അനദർ. അൻടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.